ജീവിതത്തിന്റെ സായം സന്ധിയിൽ തനിക്ക് ലഭിച്ച പുന്നാര മകനോടൊത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം മരുഭൂമിയിലൂടെ നടക്കുകയാണ്. മരുഭൂമിയിൽ ആഞ്ഞു വീശുന്ന പൊടിക്കാറ്റിനെയും ചുടുകാറ്റിനെയും വകവെക്കാതെ പിതാവിന്റെ കൂടെ വിറക് കെട്ടുമായി ആ പുന്നാരമോനും കൊച്ചു കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞ് നടക്കുകയാണ്. സ്നേഹനിധിയായ മാതാവ് അവരുടെ വരവും പ്രതീക്ഷിച്ച് വീട്ടിൽ കാത്തിരിപ്പുണ്ട്. അത്രയ്ക്ക് സന്തോഷത്തിലായിരുന്നു അവരുടെ ജീവിതം. പക്ഷേ ആ സന്തുഷ്ട ജീവിതം ഏറെ നാൾ നീണ്ടു നിന്നില്ല. ഒരു ദിവസം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിദ്രയിൽ ആണ്ടുപോയപ്പോൾ ഒരു ദൂതൻ വന്നുകൊണ്ട് പറഞ്ഞു, ഇബ്രാഹിം, താങ്കളോട് ഇസ്മായിലിനെ ബലി കഴിക്കാൻ അള്ളാഹു ആജ്ഞാപിച്ചിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാം ഞെട്ടിയുണർന്നു. താൻ എന്താണ് ഈ കേട്ടത്? എന്റെ പൊന്നുമോനെ ബലി കൊടുക്കണമെന്നോ? അദ്ദേഹത്തിന് അത് വിശ്വസിക്കാനായില്ല. പക്ഷേ തുടർന്നുള്ള 2 ദിവസങ്ങളിലും ഇതേ സ്വപ്നം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം ഏറെ ചിന്താകുലനായി. പിന്നീട് അദ്ദേഹത്തിന് ബോധ്യമായി ഇത് ദൈവകൽപ്പനയാണ്. നെഞ്ചിൽ പിടയുന്ന ഹൃദയവും വിറക്കുന്ന കൈകളിൽ മകനെയും മറുകൈയിൽ മൂർച്ചയുള്ള കത്തിയും കയറും പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് ബലി നൽകാനായി മരുഭൂമിയിലൂടെ അദ്ദേഹം നടന്നു. അപ്പോൾ ആ പിതാവിന്റെ കൈപിടിച്ച് മരണത്തിലേക്ക് നടന്നെടുക്കുന്ന പൊന്നുമോൻ ഉപ്പയോട് ചോദിച്ചു, ഉപ്പ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അള്ളാഹുവിന്റെ ആജ്ഞയാൽ അവന്റെ പ്രീതിക്ക് വേണ്ടി ഉപ്പാന്റെ പൊന്നുമോനെ ബലിയറുക്കാനാണ് ഈ യാത്ര എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ആ പൊന്നുമോൻ ഒട്ടും പതറിയില്ല. എന്ന് മാത്രമല്ല, ആ പൊന്നുമോന്റെ ധൈര്യവും തന്റേടവും ആ പിതാവിനെ അത്ഭുതപ്പെടുത്തി. ഒട്ടും പതറാത്ത ആ പൊന്നുമോന്റെ വസിയ്യത്ത് ഏത് കാര്യരുമ്പിന്റെ മനസ്സിനെയും ഒരുക്കുന്നതായിരുന്നു. തന്റെ പിതാവിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ആ വിരലുകളിൽ പിടിച്ചുകൊണ്ട് ആ പൊന്നുമോൻ പറഞ്ഞു, ഉപ്പ, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രമുണ്ടല്ലോ, അതെന്റെ ഉമ്മക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ്. അതിൽ ചോര പുരണ്ടാൽ അതെന്റെ ഉമ്മക്ക് സഹിക്കാൻ കഴിയില്ല. നൊന്ത് പ്രസവിച്ച വയർ സ്വന്തം ചോരയെ ഓർത്ത് വിലപിക്കാതിരിക്കില്ല. അതിനാൽ എന്നെ അറുക്കുന്നതിന് മുമ്പ് എന്റെ ഉപ്പ അതഴിച്ചെടുക്കണം. എന്നിട്ട് ഈ കയർ കൊണ്ട് ഉപ്പ എന്റെ കൈകാലുകൾ നല്ല പോലെ കൂട്ടിക്കെട്ടണം. എന്നെ അറുക്കുന്നതിന് മുമ്പ് ഉപ്പ എന്റെ കണ്ണുകൾ മൂടണം. ഞാൻ കണ്ണുകൾ തുറക്കില്ല ഉപ്പ. കാരണം ഞാനെങ്ങാനും എന്റെ കണ്ണ് തുറന്നാൽ, എന്റെ കണ്ണിലേക്കെങ്ങാനും എന്റെ ഉപ്പ നോക്കിയാൽ പിന്നെ എന്നെ അറുക്കാൻ എന്റെ ഉപ്പക്ക് കഴിയില്ല. കർമ്മം നിർവഹിക്കുമ്പോൾ മൂർച്ചയുള്ള കത്തിയുടെ വാഴ്ത്തല എന്റെ കഴുത്തിലെ ഇളം ഞരമ്പുകളെ കീറിമുറിച്ച് രക്തം പ്രവഹിക്കുമ്പോൾ എന്റെ ഉപ്പ പതറരുത്. അള്ളാഹുവിന് വേണ്ടിയല്ലേ എന്നെ അറുക്കുന്നത്. സതജിദിനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. അള്ളാഹുവിന്റെ അനുഗ്രഹമുണ്ടായാൽ അങ്ങേക്ക് നാളെ എന്നെ പരലോകത്ത് ക്ഷമാശീലരുടെ കൂട്ടത്തിൽ കണ്ടുമുട്ടാനാകും. ഇതെല്ലാം കേട്ട് നിശബ്ദനായി പൊന്നുമോനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പുന്നാരമോന്റെ വസിയ്യത്ത് സ്വീകരിച്ച് കൈകാലുകൾ ബന്ധിച്ച് അറുക്കാനായി ഒരുക്കിയ സ്ഥലത്ത് കിടത്തി ഒരു പരീക്ഷണം നടക്കാൻ പോവുകയാണ്. അനുപമയായ പരീക്ഷണം, കേട്ടുകേൾവിയില്ലാത്ത പരീക്ഷണം, പിതാവ് സ്വന്തം പുത്രനെ അറുക്കുന്ന അതുല്യ പരീക്ഷണം, അള്ളാഹുവിന്റെ ആജ്ഞയാൽ അവന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന ധീരകൃത്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ധൈര്യത്തിന് വേണ്ടി കത്തി ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. അത് കണ്ട് ആകാശത്തുള്ള മലക്കുകൾ ഭയവിഹ്വലരായി. ഭൂമിയിലെ പക്ഷിപ്പറവാദികൾ വാവിട്ട് കരയാൻ തുടങ്ങി. ഇതൊന്നും ശ്രദ്ധിക്കാതെ വെട്ടിത്തിളങ്ങുന്ന മൂർച്ചയേറിയ കത്തി ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കഴുത്തിലൂടെ ചലിക്കുമ്പോൾ അതിന്റെ മൂർച്ചയെങ്ങോ പോയി മറഞ്ഞു. അപ്പോൾ ഒരശരീരി കേട്ടു, നിർത്തൂ യാ ഇബ്രാഹിം, ഖദ് സദ്ദഖ്ത റുഅ്യ. താങ്കളുടെ സ്വപ്നം താങ്കൾ സത്യമായി പുലർത്തിയിരിക്കുന്നു, താങ്കൾ വിജയിച്ചിരിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്ന് ഇസ്മായിലിനെ പിടിച്ചു മാറ്റി. പകരം സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ആടിനെ അറുക്കാൻ അദ്ദേഹത്തോട് കൽപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ആടിന്റെ കഴുത്തിൽ കത്തിവെച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം തക്ബീർ മുഴക്കി. അതിന്റെ ഓർമ്മയിലാണ്, ആ സ്മരണയിലാണ് ഇന്നും ലോക മുസ്ലിങ്ങൾ ബലിപെരുന്നാൾ കൊണ്ടാടുന്നത്.